പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. ആഗോളതലത്തിൽ കൽക്കി ആകെ 1100 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട്. കൽക്കി നിലവിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പനയിൽ കൽക്കി ഷാറുഖ് ചിത്രം ജവാനെ മറികടന്നിരിക്കുകയാണ്. കൽക്കി 2898 AD സിനിമയുടെ ടിക്കറ്റുകൾ ആകെ വിറ്റത് ഏകദേശം 1.21 കോടി എന്ന റിപ്പോർട്ടാണ് ബുക്ക് മൈ ഷോയുടെ കണക്കുകളിലുള്ളത്. ഷാറുഖ് ഖാന്റെ 1000 കോടി ചിത്രമായ ജവാനെയാണ് കൽക്കി പിന്നിലാക്കിയെന്നാണ് റിപ്പോർട്ട്. വൻ കുതിപ്പാണ് കൽക്കി നടത്തുന്നത്. ടിക്കറ്റുകൾ ജവാന്റേതായ ഏകദേശം 1.2 കോടിയും വിറ്റുവെന്നാണ് റിപ്പോർട്ട്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻ്റേതാണ് പ്രഭാസ് നായകനായ ചിത്രം കൽക്കി 2898 AD. ദീപിക പദുക്കോൺ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ ഉലകനായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും കഥാപാത്രങ്ങളായി എത്തുന്നു. ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി 2898 ADയുടെ കഥ എന്ന് സംവിധായകൻ നാഗ് അശ്വിൻ വ്യക്തമാക്കിയിരുന്നു. സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു നിർമ്മാതാക്കൾ. അപ്ഡേറ്റുകൾ, സ്പോയിലറുകൾ നൽകരുത്, സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുത് എന്ന് പറയുകയാണ് നിർമ്മാതാക്കൾ. സിനിമയുടെ ഉള്ളടക്കം പുറത്തുവിടാതിരിക്കാം, സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം എന്ന് നിർമ്മാതാക്കൾ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു.